ജമ്മുവിൽ നിന്നൊരു വാർത്ത വരുന്നു. ജമ്മു വൈഷ്ണവി ദേവീക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 30 പേർ മരിച്ചു, നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്ന വാർത്ത വരുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ മഴക്കെടുതി വളരെ രൂക്ഷമായി എന്നും ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനിത വിജി തത്സമയം ചേരുകയാണ്. വിനിത, ഗുഡ് മോർണിംഗ്. വളരെ രൂക്ഷമായ പ്രളയത്തിലാണ് ജമ്മു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. എത്രമാത്രം കഠിനമാണ് അവിടുത്തെ സാഹചര്യം? വെരി ഗുഡ് മോർണിംഗ് എസ്കെയിൻ. കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ജമ്മു കാശ്മീരിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. അടുത്ത 40 മണിക്കൂറിൽ മഴ കൂടുതൽ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ ജമ്മു വൈഷ്ണോ ദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 30 പേർ മരിച്ചുവെന്നുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ചില ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായൊക്കെ സംശയമുണ്ട്. ആ മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം പുറത്തുവിടുന്ന വിവരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ഈ മേഖലയിൽ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ സമാന രീതിയിലേക്കുള്ള അപകടങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൂടി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കനത്ത മഴയിൽ ജമ്മു കാശ്മീരിലെ തവി പാലത്തിന് സമീപമുള്ള റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ റോഡ് പൂർണ്ണമായും തകർന്ന അവിടെ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് പോലുള്ള ഒരു സാഹചര്യമാണ് ആ മേഖലകളിൽ ഉള്ളത്. വിവിധ ഇടങ്ങളിൽ ഗതാഗതമൊക്കെ ഏറെ നേരെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ മേഖലകളിലുള്ള ഇങ്ങനെ മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതകളിലുള്ള മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിരവധി പേരെ ഈ പ്രശ്നബാധിത മേഖലകളിൽ നിന്നൊക്കെയായി മാറ്റിയിട്ടുണ്ട്. അടുത്ത 40 മണിക്കൂർ കൂടി മഴ അതിശക്തമായിട്ട് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ബസന്തർ, താവി, ചെനാബ് നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. ദുരിതബാധിത സ്ഥലങ്ങൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്ന് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.